ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മൾ ഇന്നും അടിപൊളി ഒരു കിടക്കാഴ്ച ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് കേട്ടോ. എല്ലാം ചെയ്ത് നോക്കണം. എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് കേട്ടോ. അതുമല്ല ഇനിയിപ്പോൾ ചൂടൊക്കെയല്ലേ, അപ്പോൾ നമുക്ക് നല്ല മുരിച്ചിലൊക്കെ കാണും കൈകളിലും. ഇത് നമ്മുടെ കൈകളിലും ഒക്കെ തേക്കാം കേട്ടോ. അപ്പോഴും മുഖത്തൊക്കെ മുരിച്ചിലൊക്കെ അനുഭവപ്പെടും. ഇനിയിപ്പം ഈ കാലാവസ്ഥയുടെ മഞ്ഞും ചൂടും ഒക്കെ ആണല്ലോ, അപ്പോഴതിനൊക്കെ നമുക്ക് ഈ ഒരു പായ്ക്ക് ഇടാം കേട്ടോ. മുഖത്ത് നല്ല കളറുണ്ടാവാനും മുഖം പളവള മിനുങ്ങാൻ കേട്ടോ, സുപ്പ് പറയുന്നതിൻ്റെ കൂടെ. അപ്പോൾ നല്ല കളർ കിട്ടാനും ഇത് രണ്ടും മാത്രം മതി കേട്ടോ. വേറെ ഒന്നും നിങ്ങൾ ഇതിനകത്ത് ചേർക്കേണ്ട കേട്ടോ. ഇത് രണ്ടും മാത്രം ഇട്ട് നമുക്ക് നമ്മുടെ മുഖമൊക്കെ മനോഹരമാക്കാം. അപ്പോഴും മുഖം പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈകളും കാലും ഒക്കെ വൃത്തിയാക്കണം കേട്ടോ. അപ്പോഴും നല്ല സുന്ദരായ കൈകളാണെന്ന് എല്ലാവരെയും കൊണ്ടും പറയിക്കണം. അതോ എന്നെ നാണം കെടുത്തോ നിങ്ങൾ? പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഒത്തിരി പേര് എന്നെ കാണുമെന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. അവർ നേരിട്ടും വാട്സപ്പ് വഴിയും. എൻ്റെ ദൈവമേ, എനിക്കറിയത്തില്ല. അപ്പോഴേ എന്തായാലും എന്നാ 25-ാം തീയതി അല്ലേ ക്രിസ്മസ്. എന്തായാലും 25 മുതൽ ഞാൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരുടെ വീടുകളിലോട്ട് ഓരോ ദിവസവും ഈ സുപ്പ് വരുന്നതായിരിക്കും. പിണക്കം അങ്ങ് മാറ്റണമല്ലോ കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട്, ലൈവിലാണെങ്കിലും നമ്മുടെ അല്ലാതെ നമ്മൾ കമൻ്റൊക്കെ അയക്കുമ്പോഴും ഒരുപാട് പേര് എന്നെ കാണുമെന്ന് ആഗ്രഹിക്കുന്നു. പാവം ഞാൻ ഇവിടെയൊക്കെ ആണെങ്കിലോ ഒറ്റ എണ്ണത്തിന് എന്നെ കണ്ടുകൂടാ കേട്ടോ. ചുമ്മാതെ കേട്ടോ, അതൊക്കെ വെറുതെ പറയുന്നതാ. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടണ്ട അല്ലേ. നമ്മളിപ്പോൾ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്യാനാ? ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല ആരോടും. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് കഥയും പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അല്ലാതെ ആരോടും ഒരു തെറ്റും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. നമുക്കങ്ങനെ ചെയ്യുകയും വേണ്ട അല്ലേ. അപ്പോൾ ഒരുപാട് പേരുടെ സ്നേഹമുണ്ട് കേട്ടോ ഈ സുപ്പൂനെ. ഒത്തിരി സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ. അപ്പോഴതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ എൻ്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നും കേട്ടോ. സത്യമായിട്ട് എല്ലാവരും എൻ്റെ സ്വന്തമാണെന്ന് തോന്നും. നമ്മൾ ഒരു വട്ടം പോലും കാണാത്ത എത്രയോ പേര് നമുക്ക് കമൻ്റൊക്കെ അയക്കുന്നു, സ്നേഹത്തോടെ ഓരോന്നൊക്കെ പറയുന്നു. ഒത്തിരി സന്തോഷം കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. ദൈവം നമ്മളെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടു മുട്ടാനൊരു അവസരം തരും. അപ്പോൾ എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ഞാനിപ്പം നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷേ കമൻ്റ് അയക്കുന്ന അല്ലാതുള്ള വീഡിയോ ചാനലും ഒന്നും ഇല്ലാത്തവർ അപ്പോഴും നിങ്ങൾക്ക് എന്നെ അറിയാവില്ല. അപ്പോൾ സുപ്പ് ഏന്നൊന്ന് വിളിച്ചാൽ കേട്ടോ, ഞാൻ ഓടി നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം കേട്ടോ. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ ഇതൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ. ഒത്തിരി സന്തോഷം. ചക്കരയുമ്മ പഞ്ചാരയുമ്മ എല്ലാവർക്കും കേട്ടോ. ഇനി ഉമ്മ തന്നില്ലെന്നൊരു പരാതിയും വേണ്ട, കിട്ടിയില്ലെന്ന് പരാതിയും പറഞ്ഞേക്കരുത് കേട്ടോ. അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഈ സുപ്പുവിൻ്റെ ഉമ്മോടെ ഇങ്ങനെ വാരിക്കോരി എപ്പോഴും തന്നുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് അതെല്ലാം തരാനൊക്കെ ഇതുവഴി കേട്ടോ. പിന്നെ അഡ്രസ്സോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പാഴ്സലും ഉമ്മയൊക്കെ ഇങ്ങോട്ട് അയച്ചു തന്നേനെ. അതും പറ്റത്തില്ല ഇപ്പം കേട്ടോ. വേണ്ട, അഡ്രസ്സൊന്നും വേണ്ട. നമുക്കിങ്ങനെയൊക്കെ കണ്ടുമുട്ടി പോയാൽ മതി കേട്ടോ. അതാണ് നല്ലത്. കൂടുതലും നമ്മൾ അടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര എനിക്ക് സംഭവിച്ചതൊക്കെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു അകലം സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. എത്ര നല്ല കൂട്ടുകാരാണെങ്കിലും ഒരു കുഞ്ഞൊരു അകലം പാലിക്കുന്നത് നല്ലതാണ് എപ്പോഴും. അപ്പോഴും നമ്മുടെ പായ്ക്കിടാനുള്ള സമയമൊക്കെ ആയി. പാർലർ എപ്പോഴേ തുറന്നു വെച്ചേക്കോ ഇവിടെ കേട്ടോ. അവിടെ നമുക്ക് നമ്മുടെ പാർലറിൽ എന്താണ് പായ്ക്കെന്ന് അറിയണമല്ലോ. അത് പറഞ്ഞില്ല. അപ്പോഴത്തേനും വണ്ടി വേറെ വഴിക്ക് പോയി. എന്ത് ചെയ്യാം, ഒരു വലിയ ബ്രേക്കും ഇല്ലാത്ത ഒരു വണ്ടിയായിപ്പോയി ഇത് സുപ്പിൻ്റെ കേട്ടോ. അപ്പോഴേ നമുക്ക് രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി. കടലമാവും ഉരുളക്കിഴങ്ങ് നീര്. ഇന്ന് സുപ്പ് ചെന്ന് നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങ് മൊത്തവും കിളിച്ചീരയിരിക്കുന്നു. ഞാൻ അങ്ങനെ ഇവിടെ ഉരുളക്കിഴങ്ങ് എടുക്കാറില്ല. കുഞ്ഞുങ്ങൾക്ക് അങ്ങാണോ ഒന്നും മെഴുക്കുരട്ടി വെക്കാൻ മാത്രം എടുക്കും. ഞങ്ങളാരും കഴിക്കത്തില്ല കേട്ടോ. ഒരുപാട് നമ്മളങ്ങനെ കഴിക്കുക, ഷുഗറൊക്കെ ഉള്ളത് കൊണ്ടും ഒരുപാട് ഞാനങ്ങ് ഒഴിവാക്കും കേട്ടോ ഉരുളക്കിഴങ്ങ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങാണെങ്കിലുണ്ടല്ലോ അങ്ങോട്ട് കിളിച്ച് കയറി വന്നു.
അപ്പോഴും ഞാൻ എന്ത് ചെയ്തു, ഇന്നെന്നാ നമുക്ക് ഈ ഒരു പായ്ക്ക് ഇട്ട് കളയാമെന്ന് വിചാരിച്ചു. അപ്പോഴും കടലമാവും വേണം, ഉരുളക്കിഴങ്ങും വേണം. എൻ്റെ കടലമാവും തീരാറായി, ഏകദേശം അങ്ങേ അറ്റത്ത് എത്തി കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എടുക്കണം കേട്ടോ. ആവശ്യത്തിന് സുപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ. അതേ ഞാൻ കുറച്ചേ എടുക്കത്തുള്ളൂ. ഒരു സ്പൂണ്, ഒരു സ്പൂണ് അല്ലെങ്കിൽ 1.5 സ്പൂണ് കേട്ടോ. 1.5 ഇല്ല, 1.25 സ്പൂൺ കേട്ടോ. അത്ര നമുക്ക് എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതേ ഇത്രയും ഉരുളക്കിഴങ്ങ്, ഒരു 2-3 ഉരുളക്കിഴങ്ങ് ഞാൻ എന്തായാലും അതിനകത്ത് വെച്ച് അരിഞ്ഞ് ഞാൻ എടുത്ത് പിഴിഞ്ഞതാണ്. എന്നിട്ട് ഇത്രയും ഒരു 2-3 ഇട്ടേ അതിനകത്ത് നമുക്ക് ഇത്രയും നീരാ കിട്ടിയേക്കുന്നത് കേട്ടോ. കാണാൻ ഒക്കത്തില്ല, കമഴ്ത്തിയാൽ പോയത് തന്നെ. ഇത്രയും നീരാ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോഴേ നമുക്ക് ആവശ്യത്തിന് ഇത് ഒഴിച്ച് കൊടുത്തത് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ഇതിൻ്റെ സ്റ്റാർച്ച് ആയാലും നല്ലതാണ് കേട്ടോ. ഇല്ല, അടിഞ്ഞില്ല കേട്ടോ. അതും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് ഒത്തിരി അങ്ങെടുത്ത് ഒഴിച്ച് കളയരുത്, വെള്ളം പോലെ ആവും, നമ്മുടെ മുഖത്തോടെ ഒലിച്ചിറങ്ങും കേട്ടോ. ഇതിപ്പോൾ സുപ്പിൻ്റെ വെള്ളമായ പിള്ളേർ ഇല്ല, കട്ടകളൊക്കെ നമുക്ക് നീക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തട്ടിയൊന്നും മറിച്ച് കളയരുത് കേട്ടോ. എന്നെ പോലെ നിങ്ങളെ ഒന്ന് കൂടിപ്പോയോ എന്നൊരു സംശയം. അത് സൂക്ഷിച്ചും കണ്ടു ഒഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. നിങ്ങളുടെ അടുത്ത് വർത്താനവും പറഞ്ഞു ഞാൻ തട്ടി മറിച്ച് ഒഴിച്ച് കേട്ടോ. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. എനിക്കിങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാത്ത ഈ പോലീസുകാരിക്കും ഇന്നൊരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിച്ചോളാം. അപ്പം നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് അബദ്ധം പറ്റിപ്പോയി, അക്കിടി പറ്റിപ്പോയത് എനിക്ക്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടേ തട്ടി മറിച്ച് ഒഴിച്ച് കളഞ്ഞു. പിള്ളേരെ നിങ്ങളങ്ങനെ ഒഴിച്ച് കളയരുത്. ഈ ഗുരു ചിലപ്പോൾ ഈ ഗുരുവിന് അക്കിടിയൊക്കെ പറ്റി കേട്ടോ. അത് സാരമില്ല, ക്ഷമിച്ചു മാപ്പാക്കി കളയുന്നു കേട്ടോ. കറക്റ്റായി കേട്ടോ. അപ്പോഴും ഉരുളക്കിഴങ്ങൊന്നും നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് കിളർത്തൊന്നും ആരും കഴിക്കരുത് കേട്ടോ. ഒന്നും കഴിച്ചുകൂടാ. അതൊക്കെ ഞാൻ എവിടെയെങ്കിലും ഒരു മുള പൊട്ടുമ്പോഴേ ഞാൻ എടുത്ത് അടിച്ചു മാറ്റി വയ്ക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെ പായ്ക്കിടാമെന്ന് വിചാരിച്ച് കേട്ടോ. കടലമാവിൻ്റെ സൗന്ദര്യത്തിന് കടലമാവിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉപയോഗമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. കടലമാവിൻ്റെയൊക്കെ ദേ നമ്മുടെ കൂട്ടിവിടെ കറക്റ്റായി, കറക്റ്റായി. അപ്പോഴും മുഖം കഴിയിട്ടാണ് വന്നത് കേട്ടോ. മുഖം കഴിയിട്ടാണ് വന്നത്. ഇനി നമുക്ക് നമ്മുടെ പാക്കിയിട്ട് 15 മിനിറ്റ് ആകുമ്പോഴത്തേന് നമുക്കിത് കുറച്ച് മാറ്റാം കേട്ടോ. പുരട്ടി കൊടുത്തോണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് ഈ ഗുരുവിന് പറ്റിയ അക്കിടിയൊന്നും നിങ്ങൾക്ക് പറ്റരുത്. സൂക്ഷിച്ചും കൊണ്ട് ഒത്തിരി നീരുണ്ടെന്ന് പറഞ്ഞ് ഫുൾ അങ്ങെടുത്ത് തട്ടി മറിച്ച് കളയരുത്. ഗുരുവിന് പറ്റിയ അക്കിടി എൻ്റെ ശിഷ്യർക്ക് ദയവായിട്ട് പറ്റരുത് കേട്ടോ. മക്കളെ കുറച്ച് വെക്കുമോനെ. അമ്മാവനാ, യൂട്യൂബ് അമ്മാവനാണെങ്കിൽ എന്തെങ്കിലും വഴിയെ പോയാൽ മതി. കിളവന്, കിളവന് ഒരു പാട്ട് വഴിയെ പോകണ്ട കേട്ടോ. ആകെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പരട്ടാം കേട്ടോ. അലർജി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. നിങ്ങളങ്ങോട്ട് വാരി പൂശിക്കോ. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് എന്തോ ചെയ്താലും എന്താ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷമല്ലേ ഇപ്പം. ചൂടാണോ അതുമല്ല, തണുപ്പാണോ അത് മഴയാണോ അതുമല്ല, എന്തൊക്കെയോ ഒരു കാലാവസ്ഥയിലെ നമുക്ക് ഇത് നല്ല തണുപ്പാണ് കേട്ടോ. നല്ല കൂളിങ് തരുന്നതാണ് ഇതൊക്കെ. ഈ ചെയ്ത് കാണിക്കുന്നതൊക്കെ പിള്ളേർ ചെയ്യുന്നുണ്ടോ? കമൻറ്റിലൊക്കെ പറയുന്നുണ്ട് അടിപൊളി, സൂപ്പർ. ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നവരെ ഞാൻ വിശ്വസിക്കണോ വേണ്ടായോ എന്ന് ഞാനൊരു പല ആവർത്തി ഇവിടെ ഞാൻ കേട്ടോ. അങ്ങനെ പറയുന്നവരെ വിശ്വസിക്കണോ വേണ്ടയോ? പണ്ടുണ്ടായിരുന്നല്ലോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അതുപോലെ ഈ സുപ്പ് വിശ്വസിക്കണോ വേണ്ടായോ എന്ന് ഒരു 10,000 പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് ആലോചിക്കും. പിന്നെ ഞാൻ പറയും പിള്ളേരല്ലേ, എൻ്റെ കൊച്ചുങ്ങളല്ലേ, വിട്ട് കളയാം കേട്ടോ. അങ്ങനെ വിട്ട് കളയുന്നതാണ് നിങ്ങളെയൊക്കെ കേട്ടോ. മര്യാദയ്ക്ക് നാളെ കമ്പും കൊണ്ട് വന്നിരിക്കും. മര്യാദയ്ക്ക് ഈ ചെയ്യുന്നതൊക്കെ ചെയ്ത് കാണിച്ച് നല്ല റിസൾട്ട് ഉണ്ടെന്ന് ഈ ടീച്ചറിനോട് പറയണം കേട്ടോ. അപ്പം നമുക്കിനി ഒരു 15 മിനിറ്റ്
കഴിഞ്ഞ് കാണാം കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ നമ്മളെടുത്ത ആ കൂട്ട് കറക്റ്റായിരുന്നു കേട്ടോ, കളയണ്ട. ആ അലമ്പ് പിടിച്ച കാക്കച്ചി ഇപ്പം രാവിലെ വന്ന് പുട്ട് കഴിച്ചപ്പം കേട്ടോ, പുട്ട് കഴിച്ചപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. പിന്നെ കൊതി വീരണ്ട, എനിക്ക് എന്തെങ്കിലും കൊള്ള വരുമെന്നും പറഞ്ഞ് ഞാൻ ഒത്തിരി അങ്ങ് ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന് സംഗതി ആകെ കുഴപ്പമായി. അത് കേട്ടോ, ഇതുവരെ വന്നില്ല. പായ്ക്കയുടെ സമയമാകുമ്പോൾ വരുന്നതാ, ഇന്ന് വന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് ഇരുന്നിട്ട് കാണാം. കഴുകാൻ നേരം നമുക്ക് കാണിക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് വലിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ മിണ്ടാതെ ഇരുന്നേട്ടാ ഇവിടെയൊക്കെ. അപ്പോൾ പിടിച്ചു തുടങ്ങി നമ്മുടെ ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തുടയ്ക്കാം കേട്ടോ. ഞാൻ കഴുകിയിട്ട് വരാം. ഇവിടെയൊക്കെ നന്നായിട്ട് ഇനിയിപ്പം നമ്മുടെ ഈ കാലാവസ്ഥയുടെ കേട്ടോ, പെട്ടെന്ന് നമ്മൾ പായ്ക്കിട്ടാൽ പെട്ടെന്ന് അതങ്ങ് ഉണങ്ങും. എന്നാലും 15 മിനിറ്റ് കൂടുതലായി കേട്ടോ, 15-20 മിനിറ്റായി കേട്ടോ. ഞാൻ കഴിയട്ടെ വരാം. അപ്പോഴതേ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ ഇതേ കഴുകിയിട്ട് വന്നു. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല കിടുക്കാച്ചിട്ടിപ്പാണ് കേട്ടോ. നല്ല വെളുത്തതേ കേട്ടോ, നല്ലതായിട്ട് വെളുക്കും കേട്ടോ. നല്ലതായിട്ട് വെളുക്കുന്ന ഒരു പായ്ക്കാണ് ഇത്. ഉരുളക്കിഴങ്ങിൻ്റെ നീര് നല്ല സൂപ്പറാണ് കേട്ടോ. നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം കിട്ടും, കളർ കിട്ടും. നമ്മളല്ലാതെ തന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ അത് മാത്രമായിട്ടൊന്ന് അരച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ല നല്ല കളർ കിട്ടും കേട്ടോ, നല്ല കളർ. പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ വേറെ ഒന്നുമില്ല, കടലമാവ് വാങ്ങിച്ചതില്ല, റവ വാങ്ങിച്ചതില്ല, പുട്ടു എന്താ വേറെ ഒരു പൊടിയും വാങ്ങിച്ചതില്ല, മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, ഒന്നും ഇല്ലേലും നിങ്ങൾ ഈ ഉരുളക്കിഴങ്ങൊന്ന് നന്നായിട്ട് അരച്ചോ അല്ലെങ്കിൽ അതിൻ്റെ നീര് മാത്രമായിട്ട് നിങ്ങളൊന്ന് ഇട്ട് നോക്കി, നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. രാവിലെ ഒക്കെ നമുക്ക് വേറെ ഒന്നും, നിങ്ങൾ പാർലറിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, സമയം കിട്ടി, നല്ല തണുപ്പ് കേട്ടോ, പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്തിട്ട് പോയിക്കും, പെട്ടെന്ന് നമുക്ക് കളർ കിട്ടും കേട്ടോ. ചിലരൊക്കെ നമ്മളെ നോക്കുമ്പോൾ അവർ വിചാരിക്കും നമ്മൾ ഫൗണ്ടേഷനൊക്കെ തേച്ച് അടിപൊളി മേക്കപ്പ് പൗഡറൊക്കെ തേച്ചായിരിക്കും ചെയ്യുന്നതെന്ന്. പക്ഷെ നമുക്ക് മാത്രം അറിയാം നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു നമ്മുടെ സാമ്പാറിൻ്റെ ഉരുളക്കിഴങ്ങ് അടിച്ചു മാറ്റി ഇങ്ങനെ ചെയ്തിട്ടാ പോയെന്ന് അവർ വിശ്വസിച്ചോട്ടെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ടാ പോയതെന്ന് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം, നല്ല കളർ കിട്ടും നമുക്ക് കേട്ടോ, മുഖത്ത് നല്ല കളർ കിട്ടും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് നമ്മളിങ്ങനെ മുഖം വെള്ളം ഒഴിച്ച് കഴുകാൻ നോക്കരുത്. ആദ്യം നമ്മൾ മുഖത്ത് ഇച്ചിരി ഒന്ന് വെള്ളം തളിച്ചിട്ട് അതൊന്ന് ഒന്ന് കുതിർന്ന് വരത്തില്ലേ, എന്നിട്ട് നമ്മൾ ആ മുഖം തുടച്ചെടുക്കണം, കഴുകി തുടച്ച് നമുക്കെടുക്കാം കേട്ടോ. അപ്പോൾ ചിലർ കാണും പെട്ടെന്ന് അങ്ങോട്ട് എന്തെങ്കിലും തോർത്തോ കട്ടിയുള്ള ഈ ടർക്കി ചെറിയത്, പക്ഷെ അങ്ങനെ നല്ല സ്പോഞ്ച് മാതിരിയുള്ള അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ഇത് വെച്ച് മാത്രമേ നമ്മുടെ മുഖം, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ മുഖമൊക്കെ ഇത്രയും മനോഹരമാക്കി സ്പോഞ്ചല്ല സോഫ്റ്റൊക്കെ ആക്കി വെച്ചേക്കുന്ന മുഖം നമ്മൾ പായ്ക്കിട്ട് കഴിഞ്ഞു ഇങ്ങനെ കീറി മുറിച്ച് തുടച്ചാൽ അതൊരു ഇത് നമ്മുടെ സ്കിന്നൊക്കെ ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സോഫ്റ്റ് ആവും കേട്ടോ. നമ്മൾ ഒരാഴ്ച നമ്മൾ തുടർച്ചയായിട്ട് ഇതേപോലുള്ള പായ്ക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ഒരു നയത്തിനും ഒക്കെ ഒന്ന് തുടച്ച് മാറ്റി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പായ്ക്കൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സുക്കുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻ്റൊക്കെ അയക്കുന്നവരോടും ലൈക്ക് ചെയ്യുന്നവരോടും വീഡിയോ കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒരുപാട് നന്ദി സുക്കുവിന് കേട്ടോ. സുക്കുവിൻ്റെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വരാം കേട്ടോ.